പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ പിന്നെയും കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഇന്ന് സ്ട്രീംകാരെ പറ്റി പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അതിനുള്ള അതേപടി നിൽക്കുക. മുന്നോട്ടുള്ള വീഡിയോകൾ കാണുക. പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മുടെ ലെവലിന് എല്ലാവരും ഒരുപാട് വട്ടം ഞാൻ ലെവൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ആർക്കും അത് പിടി കിട്ടിയിട്ടില്ല, എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഒന്നുകൂടും ഞാൻ ലെവൽ എന്താണെന്നോട് പറഞ്ഞു തരുന്നു. മൈ ലെവൽ, അതായത് നമ്മൾ റീചാർജ് ചെയ്ത് അടിക്കുന്ന ബീൻസിനെയാണ് മൈ ലെവൽ എന്ന് പറയുന്നത്. അതായത് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ദൂരമാണ് ഈ കാണിക്കുന്നത്. അതായത് 67,990 ഞാൻ അടിച്ചു. ഇനി പോയിട്ട് അതിൻ്റെ ബാലൻസ് ഈ 1,00,000 അടിക്കണമെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. 67,000 അടിച്ചു കഴിഞ്ഞു. ഇനി 1,00,000, അതിൻ്റെ ബാലൻസ് 67,690 കഴിഞ്ഞാൽ ബാലൻസ് എത്രയുണ്ടോ അത്രയും അടിച്ചാലേ എനിക്ക് ഇവിടെ മൂന്നാമത്തെ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ലെവൽ എന്നൊരു സംഭവം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ലെവൽ എന്താണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ലെവൽ കൂടുന്നതിനനുസരിച്ചാണ് ഇതിനകത്ത്, കാരണം നമ്മുടെ ലെവൽ കൂടാൻ ഇച്ചിരി പാടാണ്. കാരണം നമ്മൾ റീചാർജ് ചെയ്ത് അടിച്ചാലേ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കൺവേർട്ട് ചെയ്ത് അടിച്ചാലേ നമ്മുടെ ലെവൽ കൂടുള്ളൂ. ഒന്നെങ്കിൽ റീചാർജ് ചെയ്ത് അടിക്കുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കൺവേർട്ട് ചെയ്ത് അടിക്കുക. എന്നാലേ നമ്മുടെ ലെവൽ ഹൈ ആവുള്ളൂ. ലെവൽ ഒരിക്കലും എന്നാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എനിക്ക് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലെവൽ കൂടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അത് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഇവിടെ കൊടുക്കുക വാങ്ങുക എന്നുള്ള പ്രക്രിയ രണ്ടാണ്. അതായത് നമ്മൾ ചാർജ് ചെയ്ത് അടിച്ചാലേ നമുക്ക് ലെവൽ കയറി കിട്ടുള്ളൂ. അപ്പം ഇതാണ് ലെവൽ ഇനി എല്ലാവരും ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് ലെവൽ കയറുന്നത്? ലെവൽ 60 ലെവൽ വരെ നമ്മൾ ആക്ച്വലി ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. 60 ലെവലിന് മുകളിൽ എന്ന് പറയുന്നത് പ്രവചിക്കാൻ പറ്റാത്ത അധീനമാണ്. കാരണം 60 ലെവൽ എത്തണമെങ്കിൽ തന്നെ ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ലെവൽ എത്തണമെങ്കിൽ 69 വരെ. 69 എന്ന് പറയുന്നത് തന്നെ ഏകദേശം 45 കോടിയാണ്. 45 ലക്ഷം ബീൻസ് കളക്ട് ചെയ്താലേ, അല്ലെ എറിഞ്ഞു കൊടുത്താലേ ഇതിനകത്ത് 69 ലെവലിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ലെവൽ കയറുക. അതായത് ആദ്യത്തെ 5 ലെവൽ വരെയും ഒരു കുഴപ്പമില്ലാതെ പോകാവുന്ന ലെവലുകളാണ്. അത് കഴിഞ്ഞിട്ടുള്ള ലെവൽ ബ്ലൂ ലെവലിലേക്ക് പോകും. അതായത് പച്ച കഴിഞ്ഞ് ഒരു ഇളം പച്ചയാകും. അവിടെ നിന്ന് അത് 10 ലെവൽ കഴിയുമ്പോഴത്തേന് അത് ഏകദേശം നമുക്ക് ആ ബാഡ്ജുകൾ കിട്ടാൻ തുടങ്ങും. 10 ലെവൽ 11 ലെവലൊക്കെ ആകുമ്പോൾ പിന്നെ ബാഡ്ജുകളിലാണ് ലെവൽ അറിയപ്പെടുന്നത്. അതിനാണ് ഈ ലെവലെന്ന് ഞാൻ കാണിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്ത് 2 ലെവലാകാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലൈവ് ആകാൻ പറ്റത്തില്ല. അതായത് 0യിൽ നിന്ന് 2 ലെവലിൽ തന്നെ 50,000 ബീൻസ് അടിക്കണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, 50,000 ആദ്യം വരുന്ന ഒരു വ്യക്തി, അവർ റീചാർജ് ചെയ്ത് അടിക്കുന്ന ഒരാളാണെങ്കിൽ അവർ 50,000 അടിച്ചടിച്ച് പോയാലേ അവർക്ക് ലൈവ് ഇടാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്. ഇത് ലെവലിനെ പറ്റിയുള്ള ക്ലാസ്സാണ്. അടുത്തത് ഒരു കാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നു. മൂമെൻറ്റ്, അതായത് മൂമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടേതായ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഹോസ്റ്റിംഗ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അവരവർ ചെയ്ത വീഡിയോസും ഫോട്ടോസും അപ്ലോഡ് ചെയ്യണം. ഒരിക്കലും നെറ്റിൽ കിട്ടുന്ന അനദർ ലൈവുകളുടെ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, അനദർ എക്സെട്ര ഉള്ള ഫോട്ടോസ് അല്ല, നമ്മുടേതായ ഫേസ് കാണിക്കുന്ന അല്ലെങ്കിൽ സ്ട്രീംകാരെ സംബന്ധിക്കുന്ന ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ഇവിടെ കാണുന്ന ഈ പ്ലസ് ഞെക്കുമ്പം ആദ്യം ഇമേജ് വരും, പിന്നെ വീഡിയോ വരും, നമ്മുടെ സെൽഫി എടുക്കേണ്ട സെൽഫിയുടെ ഓപ്ഷൻ വരും. ഇമേജ് ക്ലിക്ക് ചെയ്ത് നമുക്കിത് നമ്മുടെ ഗാലറി കിടക്കുന്ന ഏത് ഫോട്ടോയും, ഗാലറിയിലുള്ള നമ്മുടേതായ ഏത് ഫോട്ടോയും എടുത്തിടുന്നതിന് യാതൊരു പ്രോബ്ലം ഇല്ല.
അതുകൊണ്ട് നിങ്ങൾ അത് കമ്പൽസറി ആയിട്ട് ചെയ്യണം. അത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഈ 2 കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉള്ള പ്രധാന കാര്യം. നിങ്ങൾ ഇത് കണ്ട് പഠിക്കുക. ഓക്കെ. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വീണ്ടും കിട്ടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വീണ്ടും കിട്ടുള്ളൂ.